വിജയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു ഏജൻസിയാണ്. വിജയ് ഒറ്റയ്ക്കല്ല എന്ന കാര്യം ആലോചിക്കണം. വിജയ് 2 വർഷം മാത്രമേ പാർട്ടി ആയിട്ടുള്ളൂ. ഈ വിജയ് പറയുന്ന പൊളിറ്റിക്സും വിജയ്ക്ക് വേണ്ടി മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളും വിജയ്ക്ക് വേണ്ടി മുഴങ്ങിയ പാട്ടുകളും എല്ലാം ഉണ്ടാക്കിയത് പ്രൊഫഷണൽ ഏജൻസീസാണ്. അപ്പോൾ ഞാൻ കാണുന്നത് വിജയ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലായിരുന്ന മനുഷ്യൻ ഇപ്പോൾ വന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ത് സംസാരിക്കണം, നമ്മൾ കണ്ടതല്ല. അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്ത സംഗതികളാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഓഫർ ചെയ്യുന്ന ഫ്രീബീസുകൾ, വാഗ്ദാനങ്ങൾ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, ഇവയെല്ലാം എന്ത്, എവിടെ, എപ്പോൾ പ്രസംഗിക്കണമെന്നത് വേറൊരു ടീം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കണം. അവരാണ് പറയുന്നത്. ഉള്ളാലെ ഉള്ള അങ്ങേയറ്റം ആഴത്തിലുള്ള രാഷ്ട്രീയ ബോധത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്. തമിഴ്നാട് മോദി റെജിമിൻ്റെ കാലത്തെ ഒരു തിരുത്തൽ ശക്തിയായിട്ടുള്ള ഒരു പോരാട്ട ഭൂമികയായ ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ് കേരളം പോലെ. തമിഴ്നാട് അതിൽ പക്കയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യം, തമിഴ്നാട് വളരെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഫ്ലേവറാൽ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് അല്ലേ. നിറയെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻ്റെ എല്ലാ ജീവിത പരിസരത്തും ഈ വിശ്വാസം കടന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിനകത്തേക്ക് കടന്ന് അതിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാനാണ് എപ്പോഴും സംഘം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനകത്തേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് പുറത്തു പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് ആ വരവിനെ തടയാൻ കംപ്ലീറ്റ് വിജിലൻസ് എപ്പോഴും സ്റ്റാലിൻ്റെ പാർട്ടിയും DMKയും കാണിച്ചുകൊണ്ടേയിരുന്നു. ആ വിജിലൻസ് കൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് അതിനെ അരച്ചു കയറാൻ പറ്റാത്തത്. കാരണം ആ വിജിലൻസ് എന്ന് പറയുന്നത് നിരന്തരമായ പ്രതിരോധം ഒരുക്കിക്കൊണ്ടിരിക്കുക, ഹിന്ദി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സവർണ സംഗതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, മാക്സിമത്തിൽ എതിർക്കുന്നതാണ് നമ്മൾ ഉദയനിധി സ്റ്റാലിനൊക്കെ പറഞ്ഞ വർത്താനം ഭയങ്കരമായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്ന നോക്കണ്ടല്ലോ. ആ വിജിലൻസ് കീപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വിജയ്ക്ക് എത്ര പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. ആ വിജിലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന്, കൃത്യമായ ആശയഭദ്രത വേണം. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എവിടെ നിന്നാണ് ഈ അടി വരുന്നത്, ഈ വരുന്ന സാധനം എന്തിനാണ്. BJP ഒരു സംഗതി കൊണ്ടുവരുന്നത് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഗംഭീരമായിട്ട് തോന്നും. പല പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടില്ലേ, ആ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ജഡ്ജ് ചെയ്തിട്ട് അതിനെ അപ്പോൾ തടയാൻ, അതിനാണ് ആശയപരമായ കൃത്യത ഉണ്ടാവുക. പൊളിറ്റിക്കൽ വ്യൂ കറക്റ്റായിരിക്കണം. രണ്ടാമത്തേത്, അത് തടയുന്നതിന് തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റാണ്, 6-8 കോടി മനുഷ്യന്മാരുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ സംഘടനാ സംവിധാനം പക്കയായിരിക്കണം. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വേണം ജനങ്ങളെ നിരന്തരമായി എഡ്യൂക്കേറ്റ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള ഇൻഫിൽട്രേഷനെ, അധിനിവേശത്തെ, അരിച്ചിറങ്ങലിനെ തടയാനും. ഇത് രണ്ടും വിജയെ സംബന്ധിച്ചില്ല. വിജയെ സംബന്ധിച്ച് സംഘടനയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ പോലെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ അവബോധ പ്രശ്നമുണ്ട്. അത് നമ്മൾ ഈ പ്രചരണകാലത്തും കണ്ടാണ്. അവർ ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിക്കും, 10ാം ക്ലാസ്സിലും +2ലും കൂടുതൽ മാർക്ക് മേടിച്ചവരെ അഭിനന്ദിക്കുന്ന പരിപാടി സംഘടിപ്പിക്കും, വീട് വെച്ച് കൊടുക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ തമിഴ്നാട് കാലാകാലങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരു രാഷ്ട്രീയത്തെ ആ സംഘടനാ സംവിധാനം, ആ സംഘടനാ ശരീരം പേറുന്നില്ല. അതുണ്ടെങ്കിൽ തടയാൻ പറ്റൂ. അത് തടയാൻ കഴിയുന്ന ഒരു വിഷണറി ആയിട്ട് ലീഡർഷിപ്പും അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ ശരീരവും, ഇത് രണ്ടും TVKയ്ക്കില്ല എന്നാണ് ഞാൻ കാണുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞ വിജയ് സംസാരിച്ച പൊളിറ്റിക്സ് മുഴുവൻ എന്താണ് തമിഴ്നാട്ടിൽ പറയേണ്ടത്, ഏതൊക്കെ മുൻകാല നേതാക്കളുടെ പേരാണ് പറയേണ്ടത്, ഈ ഒരു പാട്ട് എഴുതും, ആ പാട്ടിനകത്ത് ഏതൊക്കെ നേതാക്കളും ഏതൊക്കെ സംഗതിയിലും പറയണം, ഇതെല്ലാം ചെയ്തു കൊടുത്ത ഏജൻസിയാണ്. സീരിയസ്ലി ഞാൻ പറയാണ്. ഈ ആവേശം അങ്ങോട്ട് കഴിയും. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശം കഴിഞ്ഞാൽ നേരത്തെ സാർ പറഞ്ഞാൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പോവാണ്. ഇതിൽ എത്ര ആളുകൾക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ, തമിഴ്നാടിൻ്റെ ഈ പറഞ്ഞ പ്രതിരോധ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും പറ്റും. ഈ പ്രസംഗങ്ങളെല്ലാം പൂർണ്ണമായും പ്രോംപ്റ്റ് ചെയ്തായിരുന്നു. കണ്ടില്ല, അവസാന കാലത്ത് അദ്ദേഹം പ്രസംഗിച്ച പറഞ്ഞത് എല്ലാം എഴുതിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് ഏജൻസി ഉണ്ട്, അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജി ടീമുണ്ട്, അവരാണ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ടീമാണ്. വിജയ് ഒറ്റയ്ക്കല്ല. പ്രോംപ്റ്റ് ആർക്കറിയാം. ഇങ്ങനെയുള്ള ചില അവിടെ ഒരു അപകടം ഉണ്ടായല്ലോ, കരൂരിൽ അപകടം ഉണ്ടായ സമയത്ത് വിജയ്ക്ക് പ്രോംപ്റ്റ് ഉണ്ടായില്ല. ആളുകൾ മരിച്ചു വീഴുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു നേതാവ് എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ഉണ്ടായില്ല. അദ്ദേഹം ഒറ്റയടിക്ക് ചെന്നൈക്ക് പോയി ആഴ്ചകളെടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചത്. എന്നിട്ട് അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വന്നില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് ഒരു കൗണ്ടർ പ്ലാൻ ഉണ്ടായില്ല. അപ്പോൾ വിജയ് അങ്ങനെ ഒരാളല്ല. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും സിനിമയിലെ രാഷ്ട്രീയം, സിനിമയിൽ പോലും സീരിയസ് രാഷ്ട്രീയം ഒന്നും പറഞ്ഞു കണ്ടില്ല, ചില സംഗതികളൊക്കെ പറഞ്ഞല്ലാതെ. അപ്പോൾ ഈ പ്രശ്നം തമിഴ്നാട് അനുഭവിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ആശങ്ക. അദ്ദേഹം കുറേ ഫ്രീബീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് 48,000 കോടി രൂപ അങ്ങോട്ട് ചിലവ് വരും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികൾ നടത്താൻ. അത് താങ്ങാൻ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്, ഏറ്റവും സാമ്പത്തിക സുസ്ഥിരതയുള്ള സംസ്ഥാനം, പാകിസ്ഥാനേക്കാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സംസ്ഥാനത്ത് പക്ഷേ എന്നാലും അതിന് ധനക്കമ്മി പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ 48,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈസി അല്ല അത് ഡെലിവർ ചെയ്യാൻ. ഒന്നാമത്തെ അത് വേറൊരു കാര്യമാണ്. അത് വിശ്വസിച്ച് വോട്ട് ചെയ്ത മനുഷ്യരുണ്ടാവും. വിജയുടെ അദ്ദേഹം സിനിമയിൽ കാണിക്കുന്ന അതേ സംഗതി അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും കാണിക്കുന്ന വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിണറായി വിജയനെക്കുറിച്ച് പോലും നമ്മൾ വിചാരിച്ചു. പക്ഷേ നടന്നത് വേറെ ചില കാര്യങ്ങളാണല്ലോ. സോ അതുകൊണ്ട് ഇത് തമിഴ്നാടിൻ്റെ പ്രത്യേകത, ഒന്ന് ഇത്രയും പൈസയുള്ള ഒരു സംസ്ഥാനം, 2 ഇത്രയും വലിയ പൊളിറ്റിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഇത്രയും വേരുകളുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ കൊണ്ടു നടക്കാൻ വിജയോട് നമുക്ക് ഒരു വിയോജിപ്പില്ല. വിജയ് സംസാരിച്ചത് മുഴുവൻ സൗഹാർദ്ദത്തിൻ്റെയും
സമതുലിതയുടെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ്. സാമൂഹ്യ നീതി പറയുന്നു. ആ സാമൂഹ്യനീതിയുടെ സംഘപരിവാർ വിരുദ്ധയുടെ രാഷ്ട്രീയമാണ്. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ രാഷ്ട്രീയത്തെ 5 വർഷം പ്രായോഗിക തലത്തിൽ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയമായും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും രാഷ്ട്രീയമായി ശേഷിയുണ്ടോ എന്ന ആശയം കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. അവിടെ ഉണ്ടാകുന്ന ഏത് വിള്ളലും ADMK തകർന്നപ്പോൾ DMK ശക്തമായിരുന്നു. ഇപ്പോൾ DMKയും ഇല്ല, ADMKയും ഇല്ല. ഇപ്പോൾ ഉള്ളത് വിജയുടെ സംഗതിയാണ്. ആ സംഗതിയെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും ആൾക്കൂട്ടത്തിന് സ്വഭാവത്തിനുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഏത് വിള്ളലും ഏത് ലൂസായ അറ്റ്മോസ്ഫിയറും സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തിന് കാരണമാകും. കാരണം കേരളത്തെക്കാൾ മുന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കണ്ടുവച്ചിരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ എന്ത് വില കൊടുത്തും കടന്നു കയറണമെന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ അവസാനത്തെ പ്ലാനിൽ അത് കഴിഞ്ഞേ ഉള്ളൂ കേരളം. സോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി ഇതുപോലെ വന്നതായിരുന്നു. അവസാനം അതിലെ പ്രധാനികൾ ചെന്ന് ചേർന്ന് എവിടെയാണെന്ന് നാം കണ്ടു, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നാം കണ്ടു. സോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മന്ത്രിയായാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ചില ഉത്തരങ്ങളില്ലേ, അതുപോലുള്ള ഉത്തരങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. അത് സംഭവിച്ചതുപോലെയുണ്ട് ഇപ്പോൾ. യെസ്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാലേ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വിജയ് അങ്ങനെ വലിയൊരു നേട്ടം ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന ദിവസങ്ങളിൽ പക്ഷേ എനിക്ക് കാര്യങ്ങളുടെ ഒരു മൂഡ് മനസ്സിലായിരുന്നു. സോഷ്യൽ മീഡിയ നിറയെ ആൾക്കാർ വിജയ്ക്ക് വോട്ട് ചെയ്യുന്നു. അവർക്ക് റീസൺ ഒന്നുമില്ല. അവർ ആ ഒരു മൂഡിൻ്റെ ഒരു ഹൈപ്പിലാണ് ഉള്ളത്. എല്ലാവരെയും വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നു, ബെറ്റ് വെക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി തമിഴ്നാടിൻ്റെ മൂഡ് ചേഞ്ച് ആയി എന്ന് ഞാൻ ഓഫീസിലൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇതിന് ഈ റിസ്ക് എലമെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് അവിടെ അലാമിംഗ് ആയി നിൽക്കുകയാണെന്ന് ഞാൻ പറയാം.